PMA ഗഫൂറിൻ്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ ഒരു ഇല ഒരു കാറ്റിലും വീഴാതെ എന്നൊരു ഭാഗമുണ്ട്. അത് തുടങ്ങുന്നത് ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥയുടെ രത്നചുരുക്കം ഇങ്ങനെയാണ്. ദരിദ്രരായ ചിത്രകാരന്മാർ താമസിക്കുന്ന ഒരു കോളനിയുണ്ട്. അവിടെ ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്. അതിൽ ഒരു പെൺകുട്ടിക്ക് കടുത്ത പനി ബാധിക്കുകയാണ്. അവൾ കിടക്കുന്ന മുറിയുടെ കിളിവാതിൽ തുറന്ന് എല്ലാ ദിവസവും രാവിലെ അവൾ പുറത്തേക്ക് നോക്കും. അവിടെ ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനത്തെ ഇലയും കൊഴിഞ്ഞു വീണാൽ താൻ മരിച്ചു പോകും എന്ന് അവൾ മനസ്സാ ഉറപ്പിക്കുകയാണ്. ആ ഗ്രാമത്തിൽ വേറെ ഒരു മനുഷ്യനുണ്ട്, വൃദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹവും ഒരു ചിത്രകാരനാണ്. അദ്ദേഹം പറയുമായിരുന്നു, വളരെ മഹത്തരമായ ഒരു ചിത്രം വരച്ചിട്ടേ ഞാൻ മരിച്ചു പോകൂ എന്ന്. അയാൾ പനി ബാധിച്ച് കിടക്കുന്ന ഈ പെൺകുട്ടിയെ സന്ദർശിക്കാൻ വരികയാണ്. കൂട്ടുകാരികൾ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അന്ന് രാത്രി ശക്തമായ ഒരു കാറ്റടിച്ചു. പിറ്റേന്ന് അവൾ തീരുമാനിച്ചു, ആ ഇല വീണിട്ടുണ്ടാവും, അവസാനത്തെ ഇലയും വീണ് കഴിഞ്ഞു, ഇനി ഞാൻ മരിച്ചു പോകും എന്ന് അവൾ ഉറപ്പിച്ച് കിളിവാതിൽ പതുക്കെ തുറന്നു നോക്കി. ഇല്ല, ആ ഇല അവിടെ തന്നെയുണ്ട്. പിറ്റേന്നും ആ ഇല അവിടെ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ആ ഇല അവിടെ തന്നെയുണ്ട്. ശക്തമായ ശീതക്കാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് ആ ഇല അവിടെ തന്നെ തുടർന്നു. പക്ഷെ ഒരു ദുരന്തമുണ്ടായി. മഹത്തരമായ ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ മനുഷ്യൻ മരിച്ചുപോയിരിക്കുന്നു. ആളുകൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സ്വപ്നം സഫലീകരിച്ചോ? മഹത്തരമായ ചിത്രം വരച്ചതിന് ശേഷമാണോ അദ്ദേഹം മരിച്ചുപോയത്? ആളുകൾ കണ്ടെത്തി, അദ്ദേഹം വരച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്തരമായ ചിത്രം വരച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചുപോയത്. ഈ പെൺകുട്ടിയുടെ കിളിവാതിലിനപ്പുറത്തുള്ള മരം, ആ മരത്തിന് പകരം മറ്റൊരു മരം വരച്ച് അവിടെ ഒരു ഇലയും വരച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചുപോയത്. ആ ഇലയായിരുന്നു ഈ പെൺകുട്ടി കണ്ടത്. പ്രതീക്ഷ, ആ വാക്കിന് തന്നെ വല്ലാത്തൊരു സുഖമുണ്ട്. ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നടക്കാനാകുന്നത് തന്നെ പലതരത്തിലുള്ള പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടാണ്. നാളെ അത് നേടും, എനിക്കത് നേടാനാകും എന്ന ഉറപ്പാണ് നമുക്കതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ശക്തി പകരുന്നത്. അതീവ ദുർബലമായ, എപ്പോഴും തകർന്നു വീഴാവുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ആ ജീവിതം സാർത്ഥകമാകണമെങ്കിൽ, നമ്മുടെ പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമുക്കൊരു അഭയകേന്ദ്രം ഉണ്ടായിരിക്കണം. എല്ലാം സ്വയം അങ്ങ് നടന്നുകൊള്ളും എന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ്. നമുക്കെല്ലാ പ്രതീക്ഷകളും അർപ്പിക്കാൻ ഒരു രക്ഷിതാവ് വേണം. ആ രക്ഷിതാവിൽ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു ലഹരിയുണ്ട്. ആ ലഹരി ഈ ലോകത്ത് മറ്റൊന്നിലും ലഭിക്കാത്ത ലഹരിയാണ്. ആ ലഹരി ലഭിച്ചു തുടങ്ങിയാൽ ഏത് കാറ്റിലും പാറിപ്പോകാത്ത, ഏത് കാറ്റിലും അടർന്നു വീഴാത്ത പച്ചിലയായിട്ട് നമ്മുടെ ജീവിതം എന്നും തളിർത്തിരിക്കും. മഹാനായ ദാർശനികൻ വോൾട്ടയർ ആ ലഹരി ആസ്വദിക്കാതെ മരിച്ചുപോയ ആളാണ്. വോൾട്ടയറിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തെ പരിചരിച്ചിരുന്ന നേഴ്സ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്ത് തരാമെന്ന് പറഞ്ഞാലും ദൈവത്തെ തിരിച്ചറിയാതെ മരിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ഇനി ഞാനില്ല. അത്രയേറെ സങ്കടമുള്ള കാഴ്ചയായിരുന്നു എനിക്കത്. അതെ, ചരട് പൊട്ടിയ ഒരു പട്ടവും ആകാശത്തെ തൊട്ടിട്ടില്ല.